ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഓൾ. എല്ലാവർക്കും ആൻഡ്സ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കരിമീൻ തിളപ്പിച്ചതാണ്. അതിന് വേണ്ടിയിട്ട് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചതായിരിക്കരുത്. നല്ല ഫ്രഷ് ആയിട്ട് ഐസ് ഇടാത്ത മീനായിരിക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതുപോലെ തന്നെ വളരെ എളുപ്പവുമാണ് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ കരിമീനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ചേരുവകൾ റെഡിയാക്കാം. ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള കറിവേപ്പില, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ട എണ്ണ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നിർബന്ധമായിട്ടും എടുക്കണം. പിന്നെ ഈ കറിയിൽ സാധാരണ പുളി ഉപയോഗിക്കാറില്ല. ഇനി പുളി വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ വിനിഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇവ നന്നായി ചതച്ചെടുക്കണം. ഇതുപോലെ കല്ലിൽ വെച്ച് ചതച്ചെടുക്കാം. ഉള്ളി ചതച്ച ശേഷം പച്ചമുളക് ചതച്ചു കൊടുക്കാം. ഇനി ഇഞ്ചി ചതച്ചെടുക്കാം. ഇഞ്ചി ചതച്ച ശേഷം അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ഇതുപോലെ ചതച്ചെടുക്കാം. ഇപ്പം നമ്മുടെ 4 ചേരുവകൾ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ച് തന്നെ എടുക്കണം, അരിഞ്ഞെടുക്കരുത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു കറിച്ചട്ടി അടുപ്പിൽ വെച്ച ശേഷം ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 4 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയെങ്കിലും ഒഴിക്കണം. അതിനുശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കുക. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. ഇനി എല്ലാം നന്നായി വഴന്നു കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി വഴറ്റിയ ശേഷം 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. 1.5 കപ്പ് വെള്ളം മാത്രം മതി. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം നന്നായി തിളയ്ക്കണം. തിളച്ച് വരുമ്പോൾ ഉപ്പ് നോക്കിയ ശേഷം ഉപ്പ് പാകത്തിനാണെങ്കിൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി മീൻ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കണം. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കാം, നിർബന്ധമില്ല. ഇപ്പോൾ നമ്മുടെ മീൻ തിളപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അങ്ങനെ നമ്മുടെ കരിമീൻ തിളപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്